ഹേ ഗൈസ്, ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ, എസ്പെഷ്യലി BOSും MSSുമാണ്. ഇത് തന്നെയാണ് ICT കോൺസെപ്റ്റിന്റെ കോർ ബേസ്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മാർക്കറ്റ് ചാർട്ട് ഒരു സ്റ്റോറിയായി തോന്നും. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരിക്കലും സ്ട്രെയിറ്റ് ആയി മൂവ് ചെയ്യില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആൾവേസ് വേവ് പാറ്റേണിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, കൺസോളിഡേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് മാർക്കറ്റ് ന്യൂ ഹൈസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ മാർക്കറ്റ് ഒരു ന്യൂ ലോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ബിയറിഷ് ട്രെൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മാർക്കറ്റിനെ എഴുതുന്നത് ഒരു ഭാഷ പോലെയാണ് സ്ട്രക്ചർ. നിങ്ങൾ അത് പഠിച്ചാൽ മാത്രം മാർക്കറ്റിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് BOS എന്താണെന്ന് നോക്കാം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് BOSന്റെ ഫുൾ ഫോം. BOS എന്നാൽ മാർക്കറ്റിലെ ഒരു കണ്ടിന്യൂഷൻ സിഗ്നൽ ആണ്. എക്സാമ്പിൾ, മാർക്കറ്റിൽ ഹയർ ഹൈ, ഹയർ ലോ എന്ന് ക്രിയേറ്റ് ആയി മൂവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് BOS കൺഫർമേഷൻ വരുന്നത്. അപ്പം BOS എന്താണെന്ന് നമുക്ക് നോക്കാം. BOS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി, പിന്നെ ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയി, പിന്നെ വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവാനും വേണ്ടി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആവാനും വേണ്ടി ഈ പഴയ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് BOS. ഇവിടെയാണ് BOS രൂപപ്പെടുന്നത്. ഇവിടെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ വലിയൊരു ഹൈ ഉണ്ടായത്. അപ്പം ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ് BOS. ഇതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് അപ് ട്രെൻഡിന്റെ കേസിലേക്ക് വരുമ്പോൾ BOS എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് നോക്കാം. ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയി. ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാനും വേണ്ടി ഒരു BOS ക്രിയേറ്റ് ആയി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇവിടെ ക്രിയേറ്റ് ആയി, ഒരു ഹൈ ക്രിയേറ്റ് ആയി, പിന്നെ ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയി. വീണ്ടും ഇവിടുത്തെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയാൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. ഇവിടെ ഇങ്ങനെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് ക്രിയേറ്റ് ആവുന്ന ഇതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ ഇവിടെ ഒരു BOS ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡൗൺ ട്രെൻഡിന്റെ കേസിലോട്ട് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡൗൺ ട്രെൻഡിന്റെ കേസിലോട്ട് വരുമ്പോൾ ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു. പിന്നെ ഈ ലോവർ ലോയെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഡൗൺ ട്രെൻഡിന്റെ കേസിൽ BOS രൂപപ്പെടുന്നത്. ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു, പിന്നെയും ഈ ലോവർ ലോനെ ബ്രേക്ക് ചെയ്യും. ഇത് കണ്ടൊരു വലിയൊരു ലോ ക്രിയേറ്റ് ആവും. അപ്പം ഇവിടെ ഒരു BOS ക്രിയേറ്റ് ആവുന്നു. പിന്നെ ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു, പിന്നെയും ഈ ലോവർ ലോയിനെ ബ്രേക്ക് ചെയ്ത് കണ്ട് വലിയൊരു ലോ ഇവിടെ ക്രിയേറ്റ് ആവുന്നു. അപ്പം ഇവിടെ BOS ക്രിയേറ്റ് ആവുന്നു. ഇവിടെ അപ് ട്രെൻഡിന്റെയും ഡൗൺ ട്രെൻഡിന്റെയും കേസ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അപ് ട്രെൻഡിന്റെ കേസിൽ ഇവിടെ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തൊരു ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ ഇവിടെ ഒരു BOS ക്രിയേറ്റ് ആവുന്നു. പിന്നെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തൊരു ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ ഇവിടെ ഒരു BOS ക്രിയേറ്റ് ആവുന്നു. ഡൗൺ ട്രെൻഡിന്റെ കേസിലോട്ട് വരുമ്പോൾ ഒരു വലിയ ലോവിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു വലിയ ലോ ക്രിയേറ്റ് ആകുമ്പോൾ ഇവിടെ ഒരു BOS ക്രിയേറ്റ് ആവുന്നു. പിന്നെ ഈ ലോവിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വലിയ ലോ ക്രിയേറ്റ് ആകുമ്പോൾ ഇവിടെ BOS ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഈ ലോവിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വലിയൊരു ലോ ക്രിയേറ്റ് ആകുമ്പോൾ ഇവിടെ BOS ക്രിയേറ്റ് ആവുന്നു. ഒരു ഹൈയെ ബ്രേക്ക് ചെയ്ത് ഒരു ഹൈ ക്രിയേറ്റ് ആകുമ്പോഴാണ് BOS ക്രിയേറ്റ് ആവുന്നത്. അപ് ട്രെൻഡിന്റെ കേസിൽ, ഡൗൺ ട്രെൻഡിന്റെ കേസിൽ ഒരു ലോവർ ലോവിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വലിയൊരു ലോ ക്രിയേറ്റ് ആകുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത്. നമുക്കിവിടെ ഒരു ചാർട്ട് എക്സാമ്പിൾ കൊണ്ട് നോക്കാം. ഈ ഹൈൻ്റെ ആരും വലിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പം ഇതിനെന്താണ് പറയുക? ഇതിനെ BOS എന്നാണ് പറയുക. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയില്ലേ, ഈ ഹൈ ക്രിയേറ്റ് ആയതിൻ്റെ ആരും വലിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പം ഇതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് പറയുക. പിന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി, പിന്നെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് വലിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. പിന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി. ഈ ലോ ക്രിയേറ്റ് ആയതിനു ശേഷം ഇവിടുത്തെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കണ്ട് വലിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പം ഇതിനെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അപ് ട്രെൻഡിന്റെ കേസിലുള്ള BOS എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചാർട്ട് എക്സാമ്പിളിന്റെ പാത്ത് നോട്ട് നമുക്ക് ഇവിടെ മനസ്സിലാവും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എവിടേക്ക് നടന്നിട്ടുണ്ട് എന്ന്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ് ട്രെൻഡിന്റെ കേസിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കുന്നത്. ഇവിടെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് വലിയൊരു ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവും. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ വലിയൊരു ഹൈ ക്രിയേറ്റ് ആവും, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവും അപ് ട്രെൻഡിന്റെ കേസിൽ. ഇനി ഡൗൺ ട്രെൻഡിന്റെ ഒരു ചാർട്ട് എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഡൗൺ ട്രെൻഡിന്റെ കേസിലും എങ്ങനെയാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി, പിന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി, പിന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്യാതൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇതിന് ലോവർ ഹൈ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ലോനെ ബ്രേക്ക് ചെയ്ത് വലിയൊരു ലോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പാത്ത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇത് ഡൗൺ ട്രെൻഡ് ആയിട്ടുണ്ട്, ചാർട്ട് ട്രെൻഡ് ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ് ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ പിന്നെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തായിട്ട് ആയിരിക്കും പോകുന്നത്. ഡൗൺ ട്രെൻഡിന്റെ കേസിലോട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ആവുക. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ആയി, പിന്നെ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ആയി, പിന്നെ ഇവിടെ ഒരു കറക്ഷൻ മൂവ് ഇവിടെ നടന്നു, പിന്നെ ഒരു ഇമ്പൾസീവ് മൂവ് ഇവിടെ നടന്നു, പിന്നെ ഒരു കറക്ഷൻ മൂവ് നടന്നു, പിന്നെ ഒരു ഇമ്പൾസീവ് മൂവ് നടന്നു, ഇവിടെ ഒരു കറക്ഷൻ മൂവ് നടന്നു, ഒരു ഇമ്പൾസീവ് മൂവ് നടന്നു. ഇവിടെ
നടക്കുന്നതാണ് BOS എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ലോനെയും ബ്രേക്ക് ചെയ്ത് കണ്ട് പുതിയ ലോ ക്രിയേറ്റ് ആകുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത്. ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് എടുത്ത് നോക്കാം. ഇവിടുത്തെ ഈ ലോനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു വലിയ ലോ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടെ ഒരു BOS നടന്നു. ഇവിടുത്തെ ഈ ലോനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു വലിയ ലോ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടെയും BOS ആണ്. ഇങ്ങനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ കേസിൽ ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അപ് ട്രെൻഡിൻ്റെ കേസ് നേരെ ഓപ്പോസിറ്റ്, ഡൗൺ ട്രെൻഡിൻ്റെ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ് ട്രെൻഡുമാണ് നടക്കുന്നത്. ദെൻ നമുക്ക് ഇവിടെ ഒരു ചാർട്ട് എക്സാമ്പിൾ നോക്കാം. അപ് ട്രെൻഡിൻ്റെ നമുക്ക് റിയൽ ചാർട്ട് മൂവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ഹൈ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. ഈ ഹൈനും ബ്രേക്ക് ചെയ്തു പോകുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് സംഭവിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ആവുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി. ഇനി ഇവിടുത്തെ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ആയി. പിന്നെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയിരുന്നു. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. ഇനി ഇവിടെ മാർക്കറ്റ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ലോ സംഭവിച്ചു. ഇനി ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അവിടെ ക്രിയേറ്റ് ആവും. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ് ട്രെൻഡിൻ്റെ കേസ് എങ്ങനെയാണെന്ന്. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി. പിന്നെ ഒരു ഹൈനെ ബ്രേക്ക് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഹൈ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടെ സംഭവിക്കുന്ന ഇതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ആയി. പിന്നെ ഒരു ലോ ക്രിയേറ്റ് ആയി. ഈ ലോൻ്റെ വലിയ ലോയാണിത്. അപ്പോൾ ഇതിന് ഹയർ ലോ ആണ് പറയുക. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി. ഈ ലോ ക്രിയേറ്റ് ആയതിനു ശേഷം ഇവിടെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തൊരു ഹൈ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടെ അപ് ട്രെൻഡിൻ്റെ കേസിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. ഇതിനെയാണ് ഇമ്പൾസീവ് മൂവ്. ഇതിന് കറക്ഷൻ മൂവ്. ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ്. ഇവിടെ ദെൻ ഒരു കറക്ഷൻ മൂവ്. ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവാണ് നടന്നത്. ഇങ്ങനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ കേസ് നടക്കുക. ഇനി ഇവിടുത്തെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താൽ ഇവിടെ വേറൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുമാണ് സംഭവിക്കും. ഇവിടെ ഒരു കറക്ഷൻ മൂവാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനി ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുമാണ് ഇവിടെ സംഭവിക്കും. ഇവിടെ ഒരു വിക്ക് കിട്ടിയിട്ടാണ് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തൊരു വിക്ക് കിട്ടിയിട്ടാണ് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചത്. അങ്ങനത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല, ഒരിക്കലും വാലിഡ് അല്ല. വിക്കിലുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒരു ബോഡി ക്ലോസ് കിട്ടണം. ഇതേമാതിരി നല്ലൊരു ബോഡി ക്ലോസ് കിട്ടിയാലേ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കാതെ ട്രെൻഡ് ഇവിടെ മാറിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഈ ട്രെൻഡ് മാറിയ സംഭവമല്ലേ. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കാതെ പോയി. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കാതെ ട്രെൻഡ് ഇങ്ങോട്ട് താഴോട്ട് പോകുന്നു. ഈ ലോനല്ലേ, ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയി. പിന്നെ ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയി. ഇവിടുത്തെ വലിയ ലോ അല്ലേ, ഈ ലോനെ ബ്രേക്ക് ചെയ്ത് കണ്ട് മാർക്കറ്റ് പോയി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കാതെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പം ഇവിടെ ഇതിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, MSS എന്നാണെന്ന് പറയുക. ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ട് ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്നതിനെയാണ്, ഡൗൺ ട്രെൻഡിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഹയർ ലോയെ കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകുന്നതിനെയാണ് MSS എന്നറിയപ്പെടുന്നത്. ഇതിനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നറിയപ്പെടുന്നത്. MSS, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, MSS എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. ഇനി ട്രെൻഡ് നമുക്ക് ഡൗൺ ആവുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ഈ ലോൻ്റെ വലിയൊരു ലോയാണ് ഇവിടെ ക്രിയേറ്റ് ആയത്. ഇവിടെ ഈ ലോൻ്റെ വലിയ ലോയാണ് ഇവിടെ ക്രിയേറ്റ് ആയത്. അപ്പം ഇതിനെ എന്താണ് പറയുക? ലോവർ ലോ എന്നാണ് പറയുക. ഇനി ഈ ലോനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ലോനെ ബ്രേക്ക് ചെയ്ത് അടിയിലോട്ട് പോവുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആവും. ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ താഴോട്ടാണ് പോവുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബോഡി ക്ലോസ് കിട്ടണം. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ചാർട്ട് ട്രെൻഡ് മാറി. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചതിന് ശേഷം ഇവിടെ ട്രെൻഡ് ഡൗൺ ട്രെൻഡായി. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും സംഭവിച്ചു. ഇപ്പം ട്രെൻഡ് ഡൗൺ ട്രെൻഡായി. ഇവിടെ വീണ്ടും ഒരു ലോ ഇവിടെ ക്യാപ്പ് ഇട്ടാണ് ഓപ്പൺ ആയത്. ഇവിടെ വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ആയി. ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് മാർക്കറ്റ് വന്നത്. വീണ്ടും ഇനി ഈ ലോയില് വീണ്ടും ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ആയി. ഈ ലോനെ ബ്രേക്ക് ചെയ്ത് കണ്ട് വലിയൊരു ലോ ഇനി ക്രിയേറ്റ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് സംഭവിക്കുക ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട്. ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ സംഭവിച്ചു. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. ഈ ലോനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കും. ഈ ലോനെ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഇവിടുത്തെ ഈ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പം ഇവിടെ ട്രെൻഡ് എന്തായി മാറി. ഇവിടെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചത്. ഇവിടെയാണ് MSS സംഭവിച്ചത്. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി. ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയിരുന്നു.
ഈ ഹയർ ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പം ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല സംഭവിച്ചത്, MSS സംഭവിച്ചു. ഇതിനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇപ്പം ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് ഇങ്ങനെ മാർക്കറ്റ് വരികയായിരുന്നു. ഇവിടുത്തെ ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്ത് കണ്ട് താഴോട്ട് പോയിരുന്നെങ്കിൽ ഇതിനെ BOS എന്ന് പറയാമായിരുന്നു. ഇവിടെ നേരെ തിരിഞ്ഞു, മാർക്കറ്റ് ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞു, റിവേഴ്സ് ആയപ്പോൾ ഇവിടെ ഒരു ഹയർ ലോ, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ആയി, പിന്നെ ഇവിടെ ലോവർ ഹൈ ക്രിയേറ്റ് ആയി. ഈ ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ആയി. അപ്പം ഇതിനെ പറയുന്ന പേരാണ് MSS, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. റിയൽ ചാർട്ട് എക്സാമ്പിൾ നമ്മൾ നോക്കി. അപ്പം സിമ്പിളായി പറയുകയാണെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത്. ഇങ്ങനെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി, വലിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി, ആ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത്. ഡൗൺ ട്രെൻഡിൻ്റെ കേസിലും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത്. ഇനിയിപ്പം ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇങ്ങനെ ക്രിയേറ്റ് ആയി, ആ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് നേരെ അങ്ങോട്ട് റിവേഴ്സിലാവുന്നതിനെയാണ് MSS എന്ന് പറയുന്നത്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. BOS ക്രിയേറ്റ് ആയി ഒരു ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ആ ട്രെൻഡ് ആണ്ട് റിവേഴ്സിൽ ആ ഒരു ലോവർ ഹൈനെ ക്രിയേറ്റ് ആയ ഹയർ ലോ ബ്രേക്ക് ചെയ്തിട്ടൊരു ലോവർ ലോ ക്രിയേറ്റ് ആകുമ്പോഴാണ് ഒരു MSS സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ട് ഡൗൺ ട്രെൻഡിലേക്ക് മാറുമ്പോഴാണ് MSS സംഭവിക്കുന്നത്. ഇവിടുത്തെ ഒരു ഹയർ ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വലിയൊരു ലോവർ ലോ ക്രിയേറ്റ് ആകുമ്പോഴാണ്. ഇനി ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടിൻ്റെ MSSും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെ ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ഈ ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് ഈ ലോവർ ലോ ക്രിയേറ്റ് ആയതിനു ശേഷം വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ഇവിടുത്തെ ഈ ലോവർ ഹൈയില്ലേ, ഈ ലോവർ ഹൈനെ കണ്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സലാവുമ്പോഴാണ് MSS സംഭവിക്കുന്നത്. ഇവിടെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഇതിനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ട്രെൻഡ് കണ്ടിന്യൂ ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് സംഭവിക്കുക. ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോഴാണ് MSS സംഭവിക്കുക, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുക. ട്രെൻഡ് കണ്ടിന്യൂ ആകുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും, ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റുമാണ് സംഭവിക്കുക. ഇത് നിങ്ങൾ ചാർട്ടിൽ നോക്കി ഒന്നൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും MSSും എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഒരു MSS സംഭവിച്ചതിന് ശേഷം ട്രെൻഡ് റിവേഴ്സലായി, പിന്നെ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു ചാർട്ട് ഡൗൺ ട്രെൻഡിലേക്ക് മാറുമ്പോഴാണ് MSS സംഭവിക്കുക. പിന്നെ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ലോവർ ലോനെ അങ്ങനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് സംഭവിക്കുക. പിന്നെ ആ ലോവർ ലോ ക്രിയേറ്റ് ആയതിനു ശേഷം ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് അങ്ങോട്ട് മാറുമ്പോൾ ട്രെൻഡ് അങ്ങോട്ട് റിവേഴ്സ് ആകുമ്പോൾ അവിടെ ഒരു MSS സംഭവിക്കും. പിന്നെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയി, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി, ഇങ്ങനെ മുകളിലോട്ട് തന്നെ പോവുകയാണെങ്കിൽ അവിടെ ട്രെൻഡ് കണ്ടിന്യൂഷനാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചിട്ടായിരിക്കും ട്രെൻഡ് കണ്ടിന്യൂഷൻ സംഭവിക്കുക. ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ സംഭവിക്കുന്നതാണ് MSS. അത്ര മനസ്സിലാക്കിയാൽ മതി. സിമ്പിളായി മനസ്സിലാക്കുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സിൽ നടക്കുന്നതാണ് MSS, ട്രെൻഡ് കണ്ടിന്യൂഷൻ നടക്കുന്നതാണ് BOS. സിമ്പിളാണ്. സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ചാർട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി BOS MSSൻ്റെ ഫുൾ കൺസെപ്റ്റ് നമ്മൾ നോക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് മുമ്പോട്ട് പോവാം. എന്നിട്ട് ലിക്വിഡിറ്റി ഇതൊക്കെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട് വെച്ച് ഇങ്ങനെ പോയി ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് പഠിക്കാം.